നന്ദകുമാർ. പക്ഷെ ഇവിടെ നന്ദകുമാർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയോ എന്നുള്ളതാണ്. അത് BJP മാത്രമല്ല കോൺഗ്രസും അങ്ങനെ തന്നെയാണല്ലോ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നിങ്ങൾ ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് AK ആന്റണിക്ക് പോയിക്കൊള്ളും. അംഗീകരിച്ചില്ല എങ്കിൽ അത് അനിൽ ആന്റണിയെ നിങ്ങൾ സാധൂകരിക്കുന്നതായി മാറും. അങ്ങനെ ഒരു വിഷമവൃത്തത്തിലല്ലേ കോൺഗ്രസും ഇക്കാര്യത്തിൽ? വസന്തിന്റെ കൂടെ വസന്ത് പറയട്ടെ. ശ്രീ മഞ്ജുഷ്, യാതൊരു വിഷമഘട്ടവും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. ശ്രീ ഷാവു പ്രസാദ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണിക്കെതിരെ ഒരു മുള്ളിയുടെ ആരോപണം പോലും ഉന്നയിക്കാൻ BJPക്കോ അന്നത്തെ പ്രതിപക്ഷത്തിനോ സാധിച്ചിട്ടില്ല. ഇന്നും അവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം വ്യക്തിപരമായി പണം വാങ്ങിയെന്ന ആരോപണം ഇല്ല, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഴിമതി ആരോപണം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്, ഈ വിഷയത്തിൽ ഒന്ന് ദല്ലാൽ നന്ദകുമാർ, ഇപ്പൊ കോൺഗ്രസിനെതിരെ നിങ്ങൾ ദല്ലാൽ നന്ദകുമാർ, ഇപ്പൊ അനിൽ ആന്റണി, ഇപ്പൊ ശ്രീ ഷാവു പ്രസാദ് കുറച്ചുകൂടി രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ആളും കുറച്ചുകൂടി വിദ്യാഭ്യാസം ഇൻ ദ സെൻസ് വിവരമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഈ ദല്ലാൽ നന്ദകുമാർ കോൺഗ്രസ് സ്പോൺസേർഡ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ അനിൽ ആന്റണിക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് കോൺഗ്രസ് പ്ലാൻഡ് ആണ്, PJ കുര്യൻ ക്യാമ്പാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കൂ, ഈ ദല്ലാൽ നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിൽ എന്നും നിന്നത് CPM-നൊപ്പമാണ്. CPM-ന്റെ PR പണി ഏറ്റെടുത്ത് നിന്നിരുന്ന വ്യക്തിയാണ് ദല്ലാൽ നന്ദകുമാർ. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും CPM-ന്റെ മറ്റേ മാന്ത്രിക വടിയായാണ് ദല്ലാൽ നന്ദകുമാർ ഇടപെട്ടിരിക്കുന്നത്. അവസാനത്തെ നിമിഷം വരെ, ഇപ്പൊ ശ്രീ ഷാവു പ്രസാദ് നേരത്തെ പറഞ്ഞ അവസാനത്തെ ഇടപെടലിൽ വരെയും ദല്ലാൽ നന്ദകുമാർ ഇടപെട്ടിരിക്കുന്നത് CPM-ന് വേണ്ടിയാണ്. പക്ഷേ അനിൽ ആന്റണി പറയുകയാണ് ഇത് PJ കുര്യൻ ക്യാമ്പാണ്, കോൺഗ്രസിലെ ഒരു വിഭാഗമാണ്, തന്നെയും തന്റെ പിതാവിനെയും ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. നോക്കൂ, ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം എന്താണ്? അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഞാൻ ഒരിക്കലും ഓൺ ചെയ്യില്ല, കോൺഗ്രസും ഓൺ ചെയ്യുന്നില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് തന്റെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങൾ അവിശുദ്ധമായി സാധിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ മകൻ എന്ന ലേബൽ ഉപയോഗിച്ചുകൊണ്ട് AK ആന്റണിയുടെ പൊളിറ്റിക്കൽ ലെഗസി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ അത് വിറ്റ് പണം ഉണ്ടാക്കാൻ വേണ്ടി BJP-യിലേക്ക് അനിൽ ആന്റണി പോയത്, അതേ രീതിയിൽ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ മകൻ എന്ന സ്റ്റേറ്റസ് ഉപയോഗിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ മേടിച്ചു. ആ 25 ലക്ഷം രൂപ ലാസ്റ്റ് കാര്യം നടക്കാതെ വന്നപ്പോൾ തിരിച്ചു ചോദിച്ചു. അപ്പൊ കാര്യം നടന്നില്ലേ? കാര്യം നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് UPA ഗവൺമെന്റിനെ പറയാം, UPA ചെയർപേഴ്സണെ പറയാം, അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണിയെ പറയാം, അല്ലെങ്കിൽ കോൺഗ്രസിനെ പറയാം. അനിൽ ആന്റണി എന്ന മകന് വശംവദനായി AK ആന്റണിയെ കാര്യം ചെയ്തു കൊടുത്തു എന്ന് പറയാലോ. കാര്യം നടക്കാത്തത് കൊണ്ടാണല്ലോ പണം തിരിച്ചു ചോദിക്കുന്നത്. കാര്യം നടക്കാത്തത് കൊണ്ട് പണം തിരിച്ചു ചോദിച്ചു. ആരോടാണ് ചോദിക്കുന്നത്? അതിന് സഹായമായി അദ്ദേഹം PJ കുര്യനെ സമീപിക്കുന്നു. ഇത് 2013-18 കാലത്തെ കഥയാണ്. ആ സമയത്ത് PJ കുര്യൻ വളരെ ആക്റ്റീവായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അന്ന് അദ്ദേഹം AK ആന്റണിയുമായി കുടുംബ ബന്ധം വളരെ കൃത്യമായി ആ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ ഇടപെടുന്ന ആളാണ്. ശ്രീ മഞ്ജുഷിനെ PJ കുര്യന് ദല്ലാൽ നന്ദകുമാറുമായിട്ടും അടുത്ത ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു അധികാരത്തിന്റെ ഇടനാഴിയിൽ CPM മാത്രമേ ദല്ലാൽ നന്ദകുമാറിന്റെ കൂട്ടുകാരായിട്ടുള്ളൂ എന്ന്. ദല്ലാൽ നന്ദകുമാറിന് അധികാരത്തിന്റെ ഇടനാഴിയിൽ എല്ലാവരും കൂട്ടുകാരായിരുന്നു. എല്ലാവരും ദല്ലാൽ നന്ദകുമാറിനെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലവും കൈപ്പറ്റിയിട്ടുണ്ട് ദല്ലാൽ നന്ദകുമാർ തന്നെ പറയുന്ന കാര്യമാണിത്. എല്ലായിടത്തും ഞാൻ ഉണ്ടാകാറുണ്ട് എന്ന്. ഒരു അദൃശ്യ ശക്തിയായിട്ട് നന്ദകുമാർ എല്ലായിടത്തുമുണ്ട്. അതിപ്പോൾ VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി വ്യവസായ പ്രമുഖർ വരുമ്പോഴും കൂടെ ദല്ലാൽ നന്ദകുമാർ ഉണ്ടായിരിക്കും. ഇതൊക്കെ കേരളം കണ്ടിട്ടുള്ള കാഴ്ചയാണ്. അതിൽ കോൺഗ്രസ് എന്നോ CPM എന്നോ ഉള്ള വേർതിരിവില്ല. അയാളുടെ പേര് തന്നെ ദല്ലാളെന്നല്ലേ? അപ്പൊ സ്വാഭാവികമായി നേതാക്കളുമായി വ്യക്തിബന്ധം ഉണ്ടാക്കാൻ എന്നുള്ളത് സ്വാഭാവികമാണ്. ശ്രീ PJ കുര്യനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു, എന്റെ പണം കിട്ടാനുണ്ട്. അത് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന AK ആന്റണിയുടെ മകൻ എന്ന അനിൽ ആന്റണിയെ അദ്ദേഹത്തിനോട് അഭ്യുതകാംക്ഷ ആയിട്ടുള്ള ഒരാൾ ഇടപെടുന്നു. ആ പണം തിരികെ കൊടുക്കണം എന്ന് പറയുന്നു. അതിലെന്താ തെറ്റ്? ആ പണം തിരികെ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ അനിൽ ആന്റണി വളരെ കൃത്യമായി പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാറ്റസ് കോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് മറ്റുള്ളവരെ അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകണം ശ്രീ വസന്ത് തെങ്ങുംപള്ളി? പ്രതിരോധ മന്ത്രാലയത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടാവും AK ആന്റണിയുടെ പേരുപയോഗിച്ചുകൊണ്ട്? അത് നല്ലൊരു കാര്യമല്ല. അതിൽ അന്വേഷണം പോലും വേണ്ടി വരുന്നതാണ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി. ശ്രീ ആനന്ദ് കൊച്ചുകൂടി